നമസ്കാരം. ബ്രിട്ടനിലെ ഒരു തുറമുഖത്ത് വലിയ സമ്മാനപ്പൊതികൾ പോലെ വെളുത്ത സംരക്ഷണ കവചങ്ങളിൽ പൂർണ്ണമായും പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുന്ന 3 ജാഗ്വാർ യുദ്ധവിമാനങ്ങളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് വൈറലാകുന്നത്. മൈൻഡ് കറപ്റ്റ് എന്ന റെഡിറ്റ് ഉപയോക്താവ് പങ്കുവച്ച ഈ ചിത്രങ്ങൾ കേവലം ഒരു കൗതുക കാഴ്ചയല്ല, മറിച്ച് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാവി പ്രതിരോധ നീക്കങ്ങളിൽ അതീവ നിർണായകമായ ഒരു തന്ത്രപ്രധാന കൈമാറ്റത്തിൻ്റെ ഭാഗമാണ്. ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ് സർവീസിൽ നിന്നും വിരമിച്ച 9 ജാഗ്വാർ യുദ്ധവിമാനങ്ങളും അവയുടെ 150ലധികം വരുന്ന വിവിധ ഇനം സ്പെയർ പാർട്സുകളും ഇന്ത്യക്ക് കൈമാറുന്നതിനുള്ള വലിയ പദ്ധതിയുടെ ആദ്യ ഘട്ടമാണ് ഈ ചിത്രങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ആംഗ്ലോ ഫ്രഞ്ച് കൂട്ടായ്മയിൽ നിർമ്മിച്ച് ശീതയുദ്ധകാലത്ത് ആകാശത്ത് വിപ്ലവം സൃഷ്ടിച്ച ഈ അതിവേഗ യുദ്ധവിമാനങ്ങൾ നിലവിൽ ലോകത്ത് ഇന്ത്യ മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഇന്ത്യൻ വ്യോമസേനയിൽ ഷംഷേർ അഥവാ നീതിയുടെ വാൾ എന്നറിയപ്പെടുന്ന ജാഗ്വാർ വിമാനങ്ങളുടെ ആയുസ്സും കരുത്തും വർദ്ധിപ്പിക്കുവാൻ ഈ ബ്രിട്ടീഷ് വിമാനങ്ങൾ വലിയ തോതിൽ സഹായിക്കും. ബ്രിട്ടൻ തങ്ങളുടെ ജാഗ്വാർ വിമാനങ്ങൾ 2007 തന്നെ പൂർണ്ണമായും എയർഫോഴ്സിൽ നിന്ന് പിൻവലിച്ചിരുന്നു. തൊട്ടു പിന്നാലെ ഫ്രാൻസും മറ്റ് രാജ്യങ്ങളും ഈ വിമാനത്തിൻ്റെ ഉപയോഗം അവസാനിപ്പിച്ചപ്പോഴും ഇന്ത്യ തങ്ങളുടെ പക്കലുള്ള 120ഓളം ജാഗ്വാർ വിമാനങ്ങളെ അത്യാധുനിക ഡാരൻ 3 ഏവിയോണിക്സ് സ്യൂട്ട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നൽകി ശക്തമായി നിലനിർത്തുകയായിരുന്നു. ശത്രു രാജ്യങ്ങളുടെ ഉള്ളറകളിലേക്ക് തുളച്ചുകയറി ആക്രമണം നടത്തുവാനും അത്യാധുനിക നിരീക്ഷണങ്ങൾക്കും സമുദ്ര സുരക്ഷ ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ആകാശ നീക്കങ്ങളുടെ നട്ടെല്ലാണ് ഈ വിമാനങ്ങൾ. എന്നാൽ ഇവയുടെ ഉൽപ്പാദനം ദശാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ നിർത്തലാക്കിയതിനാൽ നിലവിലുള്ള വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും സുഗമമായ പറക്കലിനും ആവശ്യമായ സ്പെയർ പാർട്സുകൾ കണ്ടെത്തുക എന്നത് വ്യോമസേന നേരിട്ട വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി കഴിഞ്ഞ വർഷങ്ങളിൽ വിരമിച്ച 9 ജാഗ്വാർ എയർ ഫ്രെയിമുകളും എഞ്ചിനുകളും സ്പെയർ പാർട്സുകളും വിട്ടു നൽകണമെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ബ്രിട്ടനോട് ഔദ്യോഗികമായി ആവശ്യപ്പെടുകയായിരുന്നു. മറ്റു രാജ്യങ്ങൾ ഉപേക്ഷിച്ചു പോയ പഴയ യുദ്ധവിമാനങ്ങൾ വാങ്ങി അവയിലെ ഭാഗങ്ങൾ സ്വന്തം വിമാനങ്ങൾക്കായി ഉപയോഗിക്കുന്ന കാനിബലൈസേഷൻ എന്ന തന്ത്രപരമായ സമീപനമാണ് ഇന്ത്യ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ഒമാനിൽ നിന്ന് വിരമിച്ച ജാഗ്വാർ വിമാനങ്ങൾ ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. അതിനു മുൻപ് ഫ്രാൻസിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും സമാനമായ രീതിയിൽ എയർ ഫ്രെയിമുകൾ ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്ന തേജസ് മാർക്ക് 2, AMCA തുടങ്ങിയ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ പൂർണ്ണ സജ്ജമായി വ്യോമസേനയുടെ ഭാഗമാകുന്നത് വരെയുള്ള ഇടവേളയിൽ ജാഗ്വാർ സ്ക്വാഡ്രനുകളുടെ പ്രവർത്തനം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ അന്താരാഷ്ട്ര കൈമാറ്റങ്ങൾ ഇന്ത്യയെ സഹായിക്കും. കഠിനമായ യുദ്ധ സാഹചര്യങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശേഷിയുള്ള ജാഗ്വാർ വിമാനങ്ങളെ വരും ദശകത്തിലും ഇന്ത്യൻ ആകാശത്തിൻ്റെ കാവലാളാക്കി നിർത്താൻ ഈ പ്രായോഗിക ബുദ്ധിയിലൂടെ ഭാരതത്തിന് സാധിക്കും. തന്ത്രപ്രധാനമായ ആയുധ പ്ലാറ്റ്ഫോമുകൾ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തിൻ്റെയും ശക്തമായ ഇന്ത്യ-UK പ്രതിരോധ ബന്ധത്തിൻ്റെയും പ്രതീകമായിട്ടാണ് പ്രതിരോധ വിദഗ്ധർ ഈ വിമാന കൈമാറ്റത്തെ വിലയിരുത്തുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ പടക്കൂട്ടിൽ ദശാബ്ദങ്ങളായി വിശ്വസ്ത സേവനം അനുഷ്ഠിക്കുന്ന ജാഗ്വാർ യുദ്ധവിമാനങ്ങൾ അതീവ കരുത്തുറ്റതും പോരാട്ട വീര്യമുള്ളതുമായ പ്രതിരോധ പ്ലാറ്റ്ഫോമുകളാണ്. ഈ വിമാനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ശത്രുക്കളുടെ റഡാർ കണ്ണുകളെ വെട്ടിച്ച് ഭൂമിയോട് ചേർന്ന് അതീവമായി താഴ്ന്ന ഉയരത്തിൽ അതിവേഗം പറക്കാനുള്ള ശേഷിയാണ്. ശത്രു രാജ്യങ്ങളുടെ ഉള്ളറകളിലേക്ക് തുളച്ചുകയറി ആക്രമണം നടത്തുന്നതിനും അത്യാധുനിക വ്യോമ നിരീക്ഷണങ്ങൾക്കും കടൽ മാർഗമുള്ള ആക്രമണ പ്രതിരോധങ്ങൾക്കും ജാഗ്വാർ വിമാനങ്ങൾ ഒരുപോലെ മിടുക്കരാണ്. കനത്ത ആയുധശേഖരവും ദീർഘദൂര മിസൈലുകളും വഹിക്കാൻ ശേഷിയുള്ള ഈ വിമാനം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ആണവായുധ വിന്യാസ ശേഷിയുടെ ഭാഗം കൂടിയാണ്. ആദ്യകാല ശീതയുദ്ധകാല ഘടനയിലുള്ള വിമാനമാണെങ്കിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇതിൻ്റെ കമ്പ്യൂട്ടറുകളും റഡാറുകളും നാവിഗേഷൻ സംവിധാനങ്ങളും പൂർണ്ണമായും മാറ്റിസ്ഥാപിക്കുകയും ഡാരൻ 3 എന്ന അത്യാധുനിക ഏവിയോണിക്സ് സംവിധാനം നൽകി ഇതിനെ ഇന്നത്തെ ആധുനിക യുദ്ധ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ കരുത്തുറ്റതാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്രയും മികച്ച ഒരു യുദ്ധവിമാനത്തിൻ്റെ പ്രവർത്തനം നിലവിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതിൻ്റെ സ്പെയർ പാർട്സുകൾ ലഭ്യമാക്കുന്നതിനുള്ള കടുത്ത പ്രയാസമാണ്. ഈ വിമാനം സംയുക്തമായി രൂപകൽപ്പന ചെയ്ത ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളും ഒമാൻ ഉൾപ്പെടെയുള്ള മറ്റ് അന്താരാഷ്ട്ര ഉപയോക്താക്കളും ജാഗ്വാർ വിമാനങ്ങളെ തങ്ങളുടെ വ്യോമസേനകളിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപ് തന്നെ പൂർണ്ണമായും പിൻവലിച്ചിരുന്നു. ഇതിൻ്റെ ഫലമായി ആഗോളതലത്തിൽ ഈ വിമാനങ്ങളുടെ പ്രൊഡക്ഷൻ ലൈനുകളും സ്പെയർ പാർട്സ് നിർമ്മാണ ഫാക്ടറികളും എന്നേക്കുമായി അടച്ചുപൂട്ടപ്പെട്ടു. ലോകത്ത് നിലവിൽ ജാഗ്വാർ വിമാനങ്ങൾ സജീവമായി പറത്തുന്ന ഏക രാജ്യം ഇന്ത്യ മാത്രമാണ്. വിമാനത്തിൻ്റെ പ്രധാന ഭാഗങ്ങളോ എഞ്ചിൻ ഘടകങ്ങളോ വിപണിയിൽ പുതുതായി നിർമ്മിക്കപ്പെടാത്ത സാഹചര്യത്തിൽ നിലവിലുള്ള ഇന്ത്യൻ ജാഗ്വാർ സ്ക്വാഡ്രനുകളുടെ സുഗമമായ പറക്കലിനും
അറ്റകുറ്റപ്പണികൾക്കും ആവശ്യമായ അനുബന്ധ സാമഗ്രികൾ കണ്ടെത്തുക എന്നത് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന് വലിയൊരു തലവേദനയായി മാറുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബ്രിട്ടനിൽ നിന്നും വിരമിച്ച 9 ജാഗ്വാർ വിമാനങ്ങളും 100-ലധികം വരുന്ന സ്പെയർ പാർട്സുകളും സ്വന്തമാക്കാനുള്ള ഇന്ത്യയുടെ പുതിയ നീക്കം അതീവ തന്ത്രപ്രധാനവും പ്രയോജനകരവുമായി മാറുന്നത്. മറ്റ് രാജ്യങ്ങൾ ഉപേക്ഷിച്ച പഴയ വിമാനങ്ങൾ വാങ്ങി അവ പൂർണ്ണമായും അഴിച്ചുമാറ്റി അതിലെ കേടുപാടുകളില്ലാത്ത മികച്ച എഞ്ചിനുകളും ചിറകുകളും മറ്റ് ഘടനകളും നിലവിലുള്ള സ്വന്തം വിമാനങ്ങൾക്കായി ഉപയോഗിക്കുന്ന കാനിബലൈസേഷൻ എന്ന ലോകോത്തര തന്ത്രമാണ് ഇന്ത്യ ഇവിടെ പയറ്റിയത്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷിയിൽ യാതൊരുവിധ കുറവും വരാതെ ജാഗ്വാർ സ്ക്വാഡ്രണുകളെ വരും ദശകത്തിലും ആകാശത്ത് സജീവമായി നിലനിർത്താൻ ബ്രിട്ടനിൽ നിന്നുള്ള ഈ സ്പെയർ പാർട്സ് ശേഖരം വ്യോമസേനയ്ക്ക് വലിയ തോതിൽ ആശ്വാസം നൽകും. പുതിയതായി വലിയ തുക മുടക്കി സ്പെയർ പാർട്സുകൾ നിർമ്മിച്ചെടുക്കുന്നതിനേക്കാൾ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ലാഭവും ഉടനടിയുള്ള പ്രതിരോധ സജ്ജതയും ഉറപ്പാക്കാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ഈ നയതന്ത്ര നീക്കത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.